അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 18. ഇതിനുശേഷം പൗലോസ് അഥേന വിട്ട് കൊരിന്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം പൊന്തോസ് സ്വദേശിയായ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെ കണ്ടു. എല്ലാ യഹൂദരും റോം വിട്ട് പൊയ്ക്കൊള്ളണമെന്ന ക്ലൗദ്യോസ് കൽപ്പന പുറപ്പെടുവിച്ചതനുസരിച്ച് അക്വിലാസ് തന്റെ ഭാര്യയായ പ്രിസ്കില്ലയെയും കൂട്ടി ഇറ്റലിയിൽ നിന്ന് കൊരിന്തിൽ ആ ഇടയ്ക്ക് വന്നതായിരുന്നു. പൗലോസ് അവരെ സന്ദർശിക്കാൻ ചെന്നു. അദ്ദേഹവും അവരെപ്പോലെ ഒരു കൂടാര പണിക്കാരനായിരുന്നതുകൊണ്ട് അവരോടുകൂടെ പാർത്തു ജോലി ചെയ്തു. ശബ്ബത്ത് തോറും അദ്ദേഹം പള്ളിയിൽ ചെന്ന് സമ്പാദിക്കുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും സുവിശേഷം ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. ശീലാസും തിമോഥെയോസും മാസിഡോണിയയിൽ നിന്ന് വന്നപ്പോൾ പൗലോസ് വചനകോശത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദരോട് സാക്ഷീകരിച്ചു. എന്നാൽ യഹൂദർ അദ്ദേഹത്തെ എതിർക്കുകയും ദുഷിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പ്രതിഷേധിച്ചു. വസ്ത്രം കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തലമേൽ തന്നെ ഇരിക്കട്ടെ. എന്റെ ഉത്തരവാദിത്വം സംബന്ധിച്ച് ഞാൻ നിർമ്മലൻ. ഇനിമേൽ ഞാൻ വിജാതീയരുടെ അടുക്കലേക്ക് പോകും. അതിനുശേഷം പള്ളി വിട്ട് അദ്ദേഹം ദൈവാരാധകനായ തീത്തോസ് യൂസ്തോസിന്റെ ഭവനത്തിൽ ചെന്നു. അത് പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു. പള്ളിയുടെ അധികാരിയായ ക്രിസ്പസും അയാളുടെ കുടുംബത്തിലുള്ള എല്ലാവരും കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ ഒട്ടധികം പേർ വിശ്വസിച്ച് സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് പൗലോസിനോട് ദർശനത്തിൽ, നീ ഭയപ്പെടരുത്, തുടർന്നും പ്രസംഗിച്ചുകൊള്ളുക, മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോടുകൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഹാനി വരുത്തുകയോ ഇല്ല. എനിക്ക് ഈ പട്ടണത്തിൽ അനേകരുണ്ട് എന്നരുളി ചെയ്തു. അങ്ങനെ പൗലോസ് അവരെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് 1.5 വർഷം അവിടെ പാർത്തു. ഗല്ലിയോൻ അഖായയിലെ ദേശാധിപതിയായിരിക്കുമ്പോൾ യഹൂദന്മാർ സംഘടിതമായി പൗലോസിനെതിരെ തിരിഞ്ഞ് അദ്ദേഹത്തെ ന്യായാസനത്തിന്റെ മുമ്പിൽ കൊണ്ടുചെന്നു. ഈ മനുഷ്യൻ യഹൂദ നിയമത്തിന് വിപരീതമായ രീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു എന്നവർ ആരോപണമുന്നയിച്ചു. പൗലോസ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഗല്ലിയോൻ യഹൂദരോട്, എന്തെങ്കിലും അന്യായമോ ഗൗരവതരമായ കുറ്റമോ സംബന്ധിച്ചാണ് യഹൂദരായ നിങ്ങൾക്ക് പരാതിയുള്ളതെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. എന്നാൽ ഇത് വാക്കുകളും നാമങ്ങളും നിങ്ങളുടെ സ്വന്തം ന്യായപ്രമാണവും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. ഇത് നിങ്ങൾ തന്നെ പരിഹരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ന്യായാധിപതി ആയിരിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അവർ പള്ളി അധികാരിയായ സോസ്തനേസിന്റെ നേരെ തിരിഞ്ഞ് അയാളെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ വെച്ച് അടിച്ചു. എന്നാൽ ഗല്ലിയോൻ ഇതൊന്നും ഗവനിച്ചില്ല. പൗലോസ് കുറെ കാലം കൂടി കൊരിന്തിൽ പാർത്തു. പിന്നീട് സഹോദരരെ വിട്ട് കപ്പൽ കയറി സിറിയയിലേക്ക് യാത്രയായി. പ്രിസ്കില്ലയും അക്വിലാസും അദ്ദേഹത്തോടുകൂടെ ഉണ്ടായിരുന്നു. ഒരു നേർച്ച ഉണ്ടായിരുന്നതുകൊണ്ട് യാത്രയ്ക്ക് മുമ്പ് കെംക്രയയിൽ വെച്ച് അദ്ദേഹം തല ക്ഷൗരം ചെയ്തു. അവർ എഫസോസിലെത്തി. പൗലോസ് പ്രിസ്കില്ലയെയും അക്വിലാസിനെയും അവിടെ വിട്ടു. അദ്ദേഹം തനിയെ പള്ളിയിൽ ചെന്ന് യഹൂദരോട് സംവാദം നടത്തി. തങ്ങളോട് കൂടെ കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് അവർ അപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. ദൈവഹിതമെങ്കിൽ ഞാൻ മടങ്ങിവരും എന്ന് വിടവാങ്ങുമ്പോൾ അവർക്ക് വാക്കുകൊടുത്തു. അനന്തരം എഫസോസിൽ നിന്ന് അദ്ദേഹം കപ്പൽ കയറി കൈസരിയയിൽ കരയ്ക്കിറങ്ങി സഭയെ അഭിവാദനം ചെയ്ത ശേഷം അദ്ദേഹം അന്ത്യോക്യയിലേക്ക് പോയി. അന്ത്യോക്യയിൽ കുറെ കാലം ചെലവഴിച്ച ശേഷം പൗലോസ് അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഗലാത്യ, ഫ്രുഗ്യ പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് അവിടെയുള്ള ശിഷ്യരെ ശക്തിപ്പെടുത്തി. ആ ഇടയ്ക്ക് അലക്സാന്ദ്രിയ സ്വദേശിയും അപ്പല്ലോസ് എന്നു പേരുള്ളവരുമായ ഒരു യഹൂദൻ എഫസോസിലെത്തി. അദ്ദേഹം വാഗ്മിയും തിരുവെഴുത്തുകളെ സംബന്ധിച്ച്
സമഗ്രമായ അറിവുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിന് കർത്താവിന്റെ മാർഗത്തെപ്പറ്റി പ്രബോധനം ലഭിച്ചിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെപ്പറ്റി മാത്രമേ അപ്പൊല്ലോസിന് അറിവുണ്ടായിരുന്നുള്ളൂവെങ്കിലും ആത്മാവിൽ തീഷ്ണതയോടെ പ്രസംഗിക്കുകയും യേശുവിനെ കുറിച്ച് സൂക്ഷ്മമായി പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പള്ളികളിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. പ്രിസ്കില്ലയും അക്വിലാവും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർ ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊല്ലോസ് അഖായയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ സഹോദരന്മാർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണമെന്ന് അവിടെയുള്ള ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ ദൈവകൃപയാൽ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് അദ്ദേഹം വലിയ സഹായമായി തീർന്നു. അദ്ദേഹം പരസ്യമായി യഹൂദന്മാരുടെ വാദഗതികളെ ശക്തിയായി ഖണ്ഡിക്കുകയും യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളിലൂടെ തെളിയിക്കുകയും ചെയ്തു.